ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇപ്പോൾ 2024 ജൂണിലെ ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുകയാണ് അല്ലേ. അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 31 വരെ ആയിരുന്നു. ഇനി അടുത്ത് എപ്പോഴാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ എന്നും അടുത്തിന് ഏത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡൗൺലോഡ് ചെയ്ത് എഴുതി തുടങ്ങേണ്ടതെന്നും പലരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്ന മാസം 2024 ഒക്ടോബറിലായിരിക്കും കേട്ടോ. സെപ്റ്റംബറും ഉണ്ട്, ഓൾസോ ഒക്ടോബറും ഉണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ നിങ്ങൾ വയ്ക്കണമെന്നില്ല, ഒക്ടോബറിലാണെങ്കിലും അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മേ ബി നവംബറിലേക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇതേത് സ്റ്റുഡൻസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2024 ഡിസംബറിൽ ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു ഡിസംബറിൽ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ സമയം പലരും ചോദിക്കുന്നുണ്ട്, ഇനിയും അസൈൻമെൻറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ഇനിയും ഒരുപാട് മാസങ്ങളുണ്ട്, പക്ഷേ ഇപ്പോഴേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങാമല്ലോ, നമുക്ക് ലാസ്റ്റ് കൊണ്ട് ആ ഒരു വെപ്രാളപ്പെടണ്ടല്ലോ. സോ ഇപ്പോൾ കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഗ്നോയുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല എങ്കിലും ഏകദേശം 80% അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇഗ്നോയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസത്താണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഏത് അസൈൻമെൻ്റ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഇഗ്നോ അസൈൻമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഒഫീഷ്യൽ അസൈൻമെൻറ്റിൻ്റെ ഇഗ്നോ വെബ്സൈറ്റ് ആദ്യം തന്നെ കാണാൻ പറ്റും. ഈ അസൈൻമെൻറ്റ്സ് വെബ് സർവീസ് എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല പ്രോഗ്രാം വൈസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതായത് ഇഗ്നോയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, UG ഉണ്ട്, PG ഉണ്ട്, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, PG സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയുടെ അണ്ടറിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. സോ ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് PG കോഴ്സുകളുടെയും UG കോഴ്സുകളുടെയും അസൈൻമെൻറ്റ് ഡൗൺലോഡിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കൂടുതൽ കുട്ടികൾ എടുക്കുന്നത് BA ഇംഗ്ലീഷ് ഒക്കെയാണ്. BA ഇംഗ്ലീഷ് സോഷ്യോളജിക്കാണ് കൂടുതൽ പേരും ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത്. സോ ഞാൻ അതിനായിട്ട് ഇതിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരുപാട് ബ്ലോഗ് കാണാൻ പറ്റും. എവിടെയാണ് പലർക്കും സംശയം വരുന്നത്, ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഗ്നോയിൽ 2024 ജനുവരി സെക്ഷൻ തൊട്ട് 4 വർഷത്തെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇഗ്നോയിൽ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്, ഓൾസോ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ BCom ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള പല പ്രോഗ്രാംസും പലരും എടുത്തിട്ടുള്ളത് 4 വർഷത്തെ പ്രോഗ്രാംസ് ആയിരിക്കും. അവർക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് ഒക്കെ വ്യത്യസ്തമാണ്. ഇനി 3 വർഷത്തെ പ്രോഗ്രാംസ് എടുത്തവർക്ക് വേറെ പല സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് BA ഓണേഴ്സ് ഇംഗ്ലീഷ്, BA ഓണേഴ്സ് സോഷ്യോളജി, ഇതൊക്കെ 3 വർഷത്തെ അണ്ടറിൽ വരുന്ന മുൻപത്തെ കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 വർഷത്തെ പ്രോഗ്രാംസ് BCom ഒക്കെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, BCom ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ എവിടെ കാണാൻ പറ്റും, BCOM എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എഴുതി തുടങ്ങാവുന്നതാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് ഈ ഒരു ബ്ലോക്കിൻ്റെ അണ്ടറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നോർമൽ ആയിട്ടുള്ള BA പ്രോഗ്രാംസിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ അത് എവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നതിന് നേരെയാണ് ഈ ഒരു ബ്ലൂ കളറിൽ ഇംഗ്ലീഷ് ഹിന്ദി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷാണ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് എഴുതാൻ പോകുന്നതെങ്കിൽ ഇംഗ്ലീഷ് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഹിന്ദി പ്രോഗ്രാംസ് ഒക്കെ, ഹിന്ദി ലാംഗ്വേജ് ഒക്കെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഹിന്ദി ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ചിലതിലാണെങ്കിൽ ബ്ലൂ കളർ അണ്ടർലൈൻ വന്നിട്ടില്ല. അതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരാത്തതിലാണ് ഒരു ബ്ലൂ കളർ ഇല്ലാത്തത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതിൽ ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നോർമലി കൂടുതൽ കുട്ടികളും സെലക്ട് ചെയ്തിട്ടുള്ള 3 ഇയർ ഡിഗ്രി പ്രോഗ്രാംസിൻ്റെയാണ്. അപ്പോൾ ഇവിടെ അത് വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ് 3 ഇയർ നോർമൽ ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിൽ പലർക്കും സംശയം വരുന്നത് ഇതിൽ ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നാണ്. കാരണം ജൂലൈ 2024, 23, 25 ഇങ്ങനെ പല ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ 2024 ഒക്ടോബറിലാണ് നിങ്ങൾ അസൈൻമെൻറ്റ് വയ്ക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ 2 ബ്ലോക്കിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ജൂലൈ 2023, ജനുവരി 2024 ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ജനുവരി 2024, ജൂലൈ 2024 എന്ന ഈ ഒരു സെക്ഷനിൽ നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ 2 ബ്ലോക്കിൽ നിന്ന് ഇതിലേതെങ്കിലും നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് കേട്ടോ. രണ്ടിലും ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഉടൻ തന്നെ ക്വസ്റ്റ്യൻസ് അതിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു ഒക്ടോബറിൽ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ് ഈ 2 ബ്ലോക്കിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും ഉണ്ടാവുകയെന്ന്. അപ്പോൾ നമുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ആവുന്നതാണ്. സോ ഫസ്റ്റിന് 2023 ജൂലൈ, ഓൾസോ ജനുവരി 2024 ഈ ഒരു ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നിൽ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. സോ നമുക്കിതിൽ എന്താണ് കോമൺ ആയിട്ടുള്ള ഇലക്റ്റീവ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ BPCG 171, 122, BGDG ഇതൊക്കെ ഇലക്റ്റീവ് സബ്ജക്റ്റുകളാണ്. ഇനി മെയിൻ സബ്ജക്റ്റുകൾ ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ BA സോഷ്യോളജി ഓണേഴ്സ് ആണെങ്കിൽ BSOC 101, 102 ഇതൊക്കെയാണ് മെയിൻ സബ്ജക്റ്റുകൾ. അത് ഈ താഴോട്ട് വരുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹിസ്റ്ററി, എക്കണോമിക്സ്. ഇതിൻ്റെ താഴെ നോക്കിയാൽ മെയിൻ സബ്ജക്റ്റുകളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഇലക്റ്റീവ് ആണെങ്കിൽ ഏറ്റവും മുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹിസ്റ്ററിയുടെ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം.
ഹിസ്റ്ററി അത്യാവശ്യം കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു കോഴ്സാണ്. ഇതിൽ 3 ഇയർ പ്രോഗ്രാംസ് എടുത്തിട്ടുള്ളവർക്കും 4 ഇയർ പ്രോഗ്രാംസ് എടുത്തിട്ടുള്ളവർക്കും ഉള്ള കോമൺ കോഴ്സാണ് BHIC 101 എന്നുള്ള ഈ ഒരു പ്രോഗ്രാം. സോ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഇതാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡൗൺലോഡായി കിട്ടുന്നതാണ്. ഡൗൺലോഡായി കിട്ടുന്ന സമയത്ത് ആദ്യത്തെ 2 പേജിൽ അതിന്റെ വാലിഡിറ്റി എന്നാണ്, സബ്മിഷൻ ഡേറ്റ്, ഇതൊക്കെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. സോ ഇങ്ങനെ ഈ ഒരു അസൈൻമെന്റിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഈ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഡേറ്റ് നോക്കിയിട്ട് അസൈൻമെന്റ് എഴുതി തുടങ്ങാവുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 2024 ജൂലൈ ടു ജനുവരി 2024 ആണെന്ന്. സോ ഇത് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യന്റെ വാലിഡിറ്റി ജൂലൈ തൊട്ട് ജനുവരി വരെയാണ്, ആ ഒരു 6 മാസം വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ 2023 ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്തവർക്കും ഓൾസോ 2024 ജനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനും വേണ്ടിയുള്ളതെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് 2023 ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഓൾറെഡി അസൈൻമെന്റ് ഡേറ്റിന് വെച്ചിട്ടുണ്ടാവും, അവർക്ക് ഇപ്പോൾ എക്സാമുമാണ്. പിന്നെ ബാലൻസ് ഉള്ള ആരാണ്? 2024 ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് ആണല്ലേ. അപ്പോൾ ഇത് 2024 ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് എവിടെ എഴുതിയിട്ടുണ്ട്, ജനുവരി 2024 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അസൈൻമെന്റിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 2ാമത്തെ പേജിലായിട്ട് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റുകൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ എവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? അസൈൻമെന്റിന്റെ 2024 ജനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? 31 ഒക്ടോബർ 2024. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 24 എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വാലിഡിറ്റി കഴിഞ്ഞോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ ഇപ്പോൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ജനുവരി 2024. അപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഒക്ടോബറിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് എഴുതി തുടങ്ങാം കേട്ടോ. പിന്നെ വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് BVA 181 നോക്കാം. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു ബ്ലോക്കിന്റെ അണ്ടറിൽ ഉണ്ടാവണമെന്നില്ല. നമ്മൾ പറഞ്ഞു ഈ 2 ബ്ലോക്കിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും കിടക്കുന്നതെന്ന്. അപ്പോൾ ഒരു ബ്ലോക്കിൽ നമ്മൾ ചെക്ക് ചെയ്തു അല്ലേ, പക്ഷെ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ 2ാമത് കൊടുത്തിട്ടുള്ള ജനുവരി 2024 ഈ ഒരു സെക്ഷനോടെ നോക്കുകയാണ്. അതിൽ നമ്മുടെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാലൻസ് നമുക്ക് കിട്ടാത്തത് ഇതിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് BVA 181. അത് ഞാൻ നോക്കുകയാണ്. വാലിഡ് ഫ്രം ജനുവരി 2024 ടു ഡിസംബർ 2024 എന്ന് കറക്റ്റ് 2 എന്നൊരു ഓപ്ഷൻ കൊടുത്ത് ഇത്ര നാൾ വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് 2 എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷന് മുൻപായിട്ട് ഒക്ടോബറിൽ എഴുതി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് BA പ്രോഗ്രാംസിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ബ്ലോക്കിൽ ഈ കളർ മാർക്ക് കിടക്കുന്ന ഈ 2 ബ്ലോക്കിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഒക്ടോബറിൽ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ BA പ്രോഗ്രാംസിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇനി നമുക്കൊരു PG പ്രോഗ്രാംസിന്റെ കൂടെ നോക്കിയാലോ. നമുക്ക് MBA നോക്കാം. MBA അത്യാവശ്യം കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനായിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് കാണാൻ പറ്റും. ഇപ്പോൾ MEG, MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ അതിനനുസരിച്ച് ആ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ താഴോട്ട് വരുമ്പോൾ MBAയുടെ കൊടുത്തിട്ടുണ്ട്. MBA ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിട്ടുള്ള കോഴ്സാണ്, അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ MBA HM ഞാൻ ക്ലിക്ക് ചെയ്തു. സോ MBAയുടെ ഒരുപാട് സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഞാൻ എന്താണ് MBC 1 ഇത് അവരുടെ ഫസ്റ്റ് സെമ്മിലെ ആദ്യത്തെ സബ്ജക്റ്റ് ആണ്. അത് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഇത് ജനുവരി 2024 സെക്ഷന്റെ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അസൈൻമെന്റ് ആണ്. ഓൾസോ ഇവിടെ ലാസ്റ്റ് ഡേറ്റും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2024 ജനുവരി സെക്ഷൻ സ്റ്റുഡൻസിന്റെ ആണിത്. ഓൾസോ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ എന്നായിരുന്നു? 13th ഏപ്രിൽ 2024 ആണ്. ഇപ്പോൾ ഏതാണ് മാസം? ജൂൺ മാസം, ജൂലൈ മാസം ആയിട്ടുണ്ട്. ഓൾസോ ഇതിന്റെ ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യന്റെ വാലിഡിറ്റി ഏപ്രിലിൽ കഴിഞ്ഞതാണ്. കഴിഞ്ഞ സെക്ഷൻ അസൈൻമെന്റ് സബ്മിഷന്റെ സമയത്ത് ഇതിന്റെ വാലിഡിറ്റി കഴിഞ്ഞതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് വാലിഡിറ്റി കഴിഞ്ഞതാണ്. അപ്പോൾ അവർ ചോദിക്കും ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ സൈറ്റിൽ വന്നിട്ടില്ലല്ലോ, അപ്പോൾ അടുത്ത് ഇനി എപ്പോഴും എന്ത് ചെയ്യും, എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും എന്നൊക്കെ ചോദിക്കും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ പഴയ ക്വസ്റ്റ്യൻ മാറി പുതിയ ക്വസ്റ്റ്യൻ ഇഗ്നോ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇടയ്ക്ക് ഒരു വീക്ക്ലി വൺസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സൈറ്റിൽ പഴയ ക്വസ്റ്റ്യൻ മാറി പുതിയത് ഇതിൽ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ MMBC 8 നോക്കാം. MMBC 8 സെക്കൻഡ് സെമ്മിലെ ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡേറ്റിന്റെ അവിടെ വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഡേറ്റ്? 2024 ഒക്ടോബറിലാണ്. ഒക്ടോബർ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ ഇത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്ടോബറിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ PG ആയിക്കോട്ടെ, UG ആയിക്കോട്ടെ, ഡിപ്ലോമ പ്രോഗ്രാം ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്താലും ലാസ്റ്റ് ഡേറ്റ് നോക്കുക. ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ 2024 ഒക്ടോബർ സെപ്റ്റംബർ സമയം ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വേറെ ഇഷ്യൂ ഒന്നും വരില്ല. ഓക്കെ,
ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എല്ലാവിധ അസൈൻമെന്റ് എക്സാം അപ്ഡേറ്റ്സും മറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ലാണ്ട് തന്നെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും സെപ്പറേറ്റ് വൈസ് പ്രോഗ്രാം വൈസ് ഗ്രൂപ്പ് നമുക്ക് വാട്സ്ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് 200 രൂപയാണ് ഇതിൽ ജോയിനിങ് ഫീ ചാർജ് വരുന്നത്. വൺ ടൈം പേയ്മെന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ പ്രോഗ്രാം കഴിയുന്നതുവരെ ഗ്രൂപ്പിൽ തുടരാവുന്നതാണ്. അതിന് വരുന്ന ആ ഒരു വൺ ടൈം പേയ്മെന്റ് ആയിട്ടുള്ള ചാർജ് 200 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.